നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ബിജോസ് എബ്രഹാം. ഞാൻ മൗലാന ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് ഓവേറിയൻ റിസർവ് ടെസ്റ്റിംഗ് അഥവാ AMHൻ്റെ ഇമ്പോർട്ടൻസ് അതിനെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ അടുത്ത് വന്ധ്യതയായിട്ട് വരുന്ന പേഷ്യൻസിനോട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഓവറിയുടെ ഫങ്ഷനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് വരുന്നു, നമ്മുടെ സ്ത്രീകളുടെ കാര്യം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പ്രൈമറി ഏതൊരു പേഷ്യൻറ്റും നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇൻഫെർട്ടിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ ഏജാണ്. ഏജിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്? കാരണം ഏജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്ക് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു 13-14 വയസ്സാകുമ്പം പീരിയഡ്സ് ആരംഭിക്കുന്നു. അവർക്ക് ഒരു 2-3 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ പീരിയഡ്സ് റെഗുലർ ആവുന്നു. അവർ പുതിയ മോഡേൺ കാലത്ത് പലപ്പോഴും കല്യാണങ്ങൾ വളരെ വൈകുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പം കല്യാണം വൈകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ അണ്ടത്തിൻ്റെ അളവ് കുറയും. അതായത് ഓവേറിയൻ റിസർവ് കുറച്ച് കുറയും. അതായത് അതെല്ലാവർക്കും ഒരേ തോതിലായിരിക്കണമെന്നല്ല. ചിലർക്ക് അത് ഒരു 25-26 വയസ്സാകുമ്പം തൊട്ടേ തുടങ്ങും, ചിലർക്കത് 30-35 വയസ്സാകുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പേഷ്യൻറ്റിൻ്റെ ഏജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇപ്പം നമ്മുടെ അടുത്തൊരു 35 വയസ്സിന് മേലുള്ളൊരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവരോട് പറയാം, നിങ്ങളുടെ ഓവറിയുടെ റിസർവ് കുറവായിരിക്കും. അതെങ്ങനെ ഡോക്ടർക്ക് നോക്കാതെ പറയാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഒന്ന്, ഇവർ സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മെനപ്പോസിലോട്ടുള്ളൊരു ട്രാൻസിഷൻ ഒരു 30 വയസ്സ് കഴിയുമ്പോഴേ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ഏജിങ് പതുക്കെ നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഓവറീസിൻ്റെ ഏജിങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒരു 35 കഴിയുമ്പോൾ ആ ഏജിങ് വളരെയധികം കൂടുകയും 40 ആകുമ്പോൾ ആ ഏജിങ് വളരെയധികം കൂടുകയും ചെയ്തൊരു 40-44 ആകുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് മെനപ്പോസ് അറ്റുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഏജിങ് കൂടുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന സ്കാനിൽ കൂടെ അവരുടെ ഓവറിയുടെ റിസർവ് കുറയും, ഓവറിയിലുള്ള ഫോളിക്കിൾസിൻ്റെ അളവ് കുറയും. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് നമ്മൾ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഫാമിലി നമ്മളൊരു 35 വയസ്സിനുള്ളിൽ നിങ്ങളുടെ ഫാമിലി എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് 2 കുട്ടികളല്ല, എത്ര കുട്ടികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് നേരത്തെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം പേഷ്യൻസ് ചോദിക്കുന്ന, ഡോക്ടറെ എൻ്റെ എത്രയോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള എത്രയോ പേര് 40 വയസ്സിലൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ അവർ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, എല്ലാവർക്കും ഒരുപോലല്ല. ചിലർക്ക് ഈ ഏജിങ് ചിലപ്പോൾ കുറച്ചുകൂടി ഡിലേഡ് ആയിരിക്കും, ചിലർക്ക് ഏജിങ് നേരത്തെ തന്നെ തുടങ്ങും. വന്ധ്യതയുള്ളവർക്ക് നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരുടെ ഓവറിയുടെ ഏജിങ് പ്രോസസ്സ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ഓവറിയിൽ ഫോളിക്കിൾസിൻ്റെ അളവ് നേരത്തെ തന്നെ കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ ചികിത്സ തേടി അവരുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഓവറിയൻ റിസർവിന് വേണ്ടി നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ? നമ്മൾ നോക്കുന്നത്, നമ്മൾ പേഷ്യൻസിനോട് നമ്മൾ പലപ്പോഴും ഓവറിയുടെ റിസർവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യും. നമ്മൾ ട്രാൻസ്വാജൈനൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എപ്പോഴാണ് നമ്മൾ ഓവറിയുടെ റിസർവ് സ്കാനിങ് നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത് പീരിയഡിൻ്റെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസമാണ്. ഈ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം നമ്മൾ പീരിയഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് 2 ഓവറീസ് കണ്ട് ആ ഓവറീസിൽ എത്ര ഫോളിക്കിൾസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. സാധാരണഗതിയിൽ ഒരു ഓവറിയിൽ 8 മുതൽ 10 ഫോളിക്കിൾസ് വരെ നമുക്ക് ഒരു ഓവറിയിൽ കാണേണ്ടതാണ്. അപ്പോൾ ഓവറിയുടെ റിസർവ് കുറവാണ് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഈ 8 എന്നുള്ളത് ചിലർക്ക് 4-3 അല്ലെങ്കിൽ ഒരു ഓവറിയിൽ, മറ്റേ ഓവറിയിൽ 4-3 അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ഓവറിയുടെ റിസർവ് നിങ്ങൾക്ക് കുറവാണെന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള പരിശോധന ചെയ്ത് തന്നെ നമുക്ക് ഓവറിയുടെ റിസർവിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. ചില സ്ത്രീകൾക്ക് ഇത് കൂടുതലായിരിക്കും, ചിലർക്ക് അത് ഓവറിയുടെ റിസർവ് ചിലപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് ഈ ഓവറിയുടെ ഫോളിക്കിൾസിൻ്റെ എണ്ണം 20 കൂടുതൽ, അങ്ങനെയൊക്കെ 20, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 നോർമലി വേണ്ടത്. 20 കൂടുതലൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ളവർക്കാണ് ഈ പോളിസിസ്റ്റിക് ഓവറി വരുന്നത്. അപ്പം ഈ സ്കാൻ ചെയ്ത് ഓവറിയുടെ റിസർവിനെ കുറിച്ച് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ കഴിയും? നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ പീരിയഡ്സിൻ്റെ 2-ാമത്തെ ദിവസം നമ്മൾ ഈസ്റ്റഡയോൾ, FSH, LH എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓവറിയുടെ റിസർവിനെ കുറിച്ച് അറിയാൻ കഴിയും. എന്തിനാണ് നമ്മൾ ഈ ഈസ്റ്റഡയോളും FSH, LH ചെയ്യുന്നത്? ഈസ്റ്റഡയോൾ എന്ന് പറഞ്ഞാൽ ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. ഈസ്റ്റഡയോളിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവറിയുടെ ഫങ്ഷൻ കുറയുകയാണെന്നും, FSHൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഓവറിയുടെ ഫങ്ഷൻ കുറയുകയാണ് എന്നുള്ളതാണ്. കാരണം ഈസ്റ്റഡയോളിൻ്റെ അളവ് കുറയുമ്പോൾ FSHൻ്റെ അളവ് കൂടി നിൽക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓവറിയുടെ റിസർവ് എത്രത്തോളം ഉണ്ട്, ഓവറിക്ക് ആവശ്യത്തിനുള്ള റിസർവ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത്
നമ്മൾ കൂടുതലായി ഇങ്ങനെയുള്ള പരിശോധനകൾക്ക് പോവാതെ നമുക്ക് സ്കാനിങ്ങിൽ നമുക്ക് തോന്നുവാണ് പേഷ്യൻ്റ് ഓവേറിയൻ റിസർവ് കുറവാണെന്ന് തോന്നിയാൽ നമ്മൾ പേഷ്യൻസിനോട് ഉടനെ പറയുന്നത് നിങ്ങൾ AMH പരിശോധിക്കൂ എന്നാണ്. AMH എന്ന് പറഞ്ഞാൽ ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺ. ഈ ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാനിൽ നമ്മൾ കാണുന്നത് നമ്മൾ ആൻഡ്രൽ ഫോളിക്കിൾസ് ആണ്. നമ്മൾ ഈ അതിന് മുന്നേ ഉള്ള ഫോളിക്കിൾസ് തന്നെ പല രീതിയിലുണ്ട്. പ്രൈമറി, സെക്കൻഡറി, പ്രീ ആൻഡ്രൽ, അങ്ങനെ പല രീതിയിലുണ്ട്. അതിനകത്ത് ആൻഡ്രൽ ഫോളിക്കിൾസ് ആണ് നമ്മൾ സ്കാനിൽ കാണുന്നത്. ഇതിന് മുന്നേ ഉള്ള ഫോളിക്കിൾസ്, അതായത് പ്രീ ആൻഡ്രൽ ഫോളിക്കിൾസ് ഒന്നും നമുക്ക് സ്കാനിങ്ങിൽ കാണാൻ കഴിയില്ല. ഈ പ്രീ ആൻഡ്രൽ ഫോളിക്കിൾസിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്നും നമുക്ക് AMH എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിനാലാണ് നമ്മൾ ഒരു 30 വയസ്സിനും 32 വയസ്സിനും മേളിലുള്ള പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ AMH പരിശോധിക്കണം എന്ന് നമ്മൾ പറയുന്നത്. AMH പരിശോധിച്ച് AMHൻ്റെ അളവ് നോർമലാണെങ്കിൽ നമുക്കിപ്പോൾ അഥവാ നമുക്ക് സ്കാൻ ചെയ്ത് ഫോളിക്കിൾസ് അധികം കാണാൻ കഴിയില്ല. പക്ഷേ AMH നോർമലാണെങ്കിൽ നിങ്ങളുടെ ഏജ് ഇപ്പോൾ 35-33 ആയാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് സമയമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഓവറിക്ക് റിസർവ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട്. പക്ഷേ ഇപ്പം ചില പേഷ്യൻസിന് 26-27 വയസ്സുള്ള പെൺകുട്ടികൾക്ക് AMH കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നിങ്ങൾക്ക് നാച്ചുറലി ട്രൈ ചെയ്തും അല്ലെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്യാം. കാരണം ഇത് അടുത്ത പ്രാവശ്യമാകുമ്പോൾ വീണ്ടും ഈ AMHൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പം അതാണ് AMHൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതേപോലെ AMH മറ്റിപ്പം പേഷ്യൻസ് അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടറെ AMH കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. AMH കൂട്ടാൻ ഇന്ന് PRP, പ്ലാസ്മ തെറാപ്പീസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. സ്റ്റെം സെൽ തെറാപ്പിയൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ ഇന്നും സ്റ്റഡി നടക്കുന്നതേ ഉള്ളൂ. AMH നമുക്കങ്ങനെ ഈ ഓവറിയുടെ റിസർവ് കൂട്ടുന്നതിന് നമുക്കൊരു ലിമിറ്റേഷനുണ്ട്. കാരണം അതൊരു ഏജിങ് പ്രോസസ്സാണ്. നമ്മുടെ തലമുടി നരച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ബാക്ക് ടു ആ പൊസിഷനിലോട്ട് വരത്തില്ല എന്ന് പറയുന്നത് പോലെ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട്. പക്ഷേ PRPയും സ്റ്റെം സെല്ലും ഒക്കെ ചെയ്ത് നമുക്ക് ചിലപ്പോൾ AMH കൂടുകയല്ല, നമ്മുടെ അണ്ടത്തിൻ്റെ നിലവാരം കൂട്ടാൻ കഴിയും. AMHും അണ്ടത്തിൻ്റെ നിലവാരവും തമ്മിൽ ബന്ധമുണ്ടോ? ഇതാണ് പേഷ്യൻസ് ചോദിക്കുന്ന അടുത്ത ചോദ്യം. പലപ്പോഴും AMH കുറവാണെങ്കിൽ ഇൻഡയറക്റ്റ്ലി പറയുന്നത് ആ അണ്ടത്തിൻ്റെ നിലവാരവും കുറയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പം AMH കുറവാണെങ്കിൽ പലപ്പോഴും ഈ അണ്ടത്തിൻ്റെ നിലവാരം കുറയുകയും നമ്മൾ നാച്ചുറലി പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക, IVFനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അണ്ടത്തിൻ്റെ നിലവാരം AMH കുറവുള്ള പേഷ്യൻസിന് അണ്ടത്തിൻ്റെ നിലവാരവും കുറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ എനിക്ക് ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ AMH ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ AMH കുറവാണെന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകരുത്. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പം ഇതെന്ത് ട്രീറ്റ്മെൻറ്റാണ് ഇനി എടുക്കാൻ കഴിയുന്നത്? അത് പേഷ്യൻ്റെ ഏജും AMH വാല്യൂവും ബാക്കിയുള്ള പാരാമീറ്റേഴ്സും വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ പാരാമീറ്റേഴ്സും നമ്മൾ നോക്കും. AMH വളരെയധികം കുറവുള്ള തീരെ ലോ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് നമ്മൾ പറയുന്നത് നിങ്ങൾ നാച്ചുറലി ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പ്രഗ്നൻസി 1-2 സൈക്കിൾ ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് മരുന്ന് കഴിച്ച് ട്രൈ ചെയ്യാം. പക്ഷേ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ IVF ഫിക്സി പോലുള്ള ചികിത്സകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ IVF ഫിക്സി നമ്മൾ ആ ഒരു AMH കുറച്ചെങ്കിലും ഉള്ളപ്പോൾ നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ അണ്ടത്തിൽ നിന്ന് നമുക്കൊരു കുഞ്ഞിനെ കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറയും. അതുപോലെ തന്നെ AMHൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ചികിത്സ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ ഡോക്ടേഴ്സിനാണെങ്കിലും അതൊരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് ഏത് തരത്തിലുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എത്ര ഡോസ് ഓഫ് ഇഞ്ചെക്ഷൻസ് കൊടുക്കണം, ഇതെല്ലാം AMH ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ എനിക്ക് നിർബന്ധമായിട്ട് പേഷ്യൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ വന്ധ്യത മൂലം ബുദ്ധിമുട്ടുന്നുണ്ട്, നിങ്ങൾക്ക് പ്രായം ഒരു 30-ന് മേളിലൊക്കെ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറിയൻ റിസർവ് ആദ്യം നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിലേതെങ്കിലും ഒരു ഓവറിയൻ റിസർവ് നിങ്ങൾക്ക് കുറവാണെന്ന് കാണുകയാണെങ്കിൽ AMH മൂലമുള്ള പരിശോധനകൾ ചെയ്ത് ചികിത്സ വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു.